ഈ വർഷത്തെ വനം വന്യജീവി വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇനാഗുറേഷൻ ആയിരുന്നു ഇവിടെ നടന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാതല സയൻറ്റിഫിക് സ്നേക്ക് റെസ്ക്യൂ ട്രെയിനിങ് അതിൻ്റെ തിയറി ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ ആയിരുന്നു. CMS കോളേജ് ബോട്ടണി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇവിടെ ഈ പ്രോഗ്രാം നടത്തിയത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, പിന്നെ ഈ സ്കൂളിലത്തെ സ്റ്റുഡൻസ്, NCC, NSS, പിന്നെ ഫയർഫോഴ്സിൻ്റെ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാർ, പല മേഖലയിൽ നിന്നുള്ള ആളുകളും ഈ പ്രോഗ്രാമിൽ ഇന്ന് പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 75ഓളം പേര് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 50 പേരോളം ഈ സ്നേക്ക് റെസ്ക്യൂ അതായത് പ്രാക്ടിക്കൽ സെഷൻ പങ്കെടുത്ത് അത് പാസ്സായിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, ഈ പാമ്പിനെ പിടിക്കാൻ അല്ലെങ്കിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മുടെ സാധാരണക്കാർക്ക് അത് പിടിക്കാനുള്ള അധികാരം ഇല്ല എന്നുള്ളതല്ല. അത് ശരിക്കും വനം വകുപ്പിൻ്റെ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് എടുത്തവർ മാത്രമേ ഇതിനെ വനം വന്യജീവികളെ, പ്രത്യേകിച്ച് പാമ്പുകളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. പലർക്കും അതിനകത്ത് അറിവില്ലായ്മയുണ്ട്. അങ്ങനെയാണ് ഈ അപകടങ്ങൾ വരുത്തിവെക്കുന്നത്. അറിയാതെ നമ്മളൊരു ആവേശത്തിനടുത്ത് ചാടുന്നത് കൊണ്ടാണ്. അത് നമ്മൾ അതിൻ്റെ അടുത്തുനിന്ന് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം പരിശീലനം ലഭിച്ച വോളണ്ടിയർമാരെയോ അല്ലെങ്കിൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ച് നമ്മളതിനെ ഒന്ന് മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവനും അത് ഭീഷണിയാണ്. നമ്മുടെ സമീപത്തുള്ള, അല്ലെങ്കിൽ ഇത് കാഴ്ച കാണാൻ വന്നിരിക്കുന്ന നമ്മുടെ സമീപത്തുള്ള ആളുകൾക്കും അത് ഭീഷണി ഉണ്ടാക്കും, ജീവന് ഭീഷണി.